Cutie, the hand wash presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajkumari Group. പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ ടീം ഫുൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ടീം ഫുൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ രണ്ട് കരക്കാർ മാത്രമല്ല, രണ്ട് ജില്ലയിൽ നിന്നുള്ള ടീമുകളാണ് ഇന്ന് നമ്മളോടൊപ്പം നാട്ടുകൂട്ടത്തിലുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ട്രിവാൻഡ്രം ഉണ്ട്, കൊല്ലം ഉണ്ട്. കൊല്ലത്ത് നിന്നും എത്തിയിരിക്കുന്നത് നാട്യധ്വനി ആർട്സ് ഫൗണ്ടേഷൻ വിളക്കുടി. കറക്റ്റ് അല്ലേ? എവിടെ എനർജി കാണട്ടെ കൊല്ലം. എങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്നും എത്തിയിരിക്കുന്നത് കളരി ക്ഷേത്ര. കൊല്ലം ട്രിവാൻഡ്രം നമ്മൾ കാര്യമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂക്ഷിച്ച് ഓരോ തമാശ പറയണം. പിറകിന് ഇവര് ചാടിച്ചോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ശ്രീവിദ്യ 2 അഖിലമാർക്കും തന്നൊരു വാർണിംഗ് ആണ്. അത് ചളി പറയുമ്പോ സൂക്ഷിക്കുക, വെട്ടി മുറിച്ച് കളയോ. ഇല്ല, എന്റെ അണ്ണന്റെ നാക്കിൽ ശൂല കുത്തും, ഇവളുടെ തല വെട്ടും. ഈ പൊടി കൊച്ചു 2 വട്ടം കുറുടി എടുത്താണ് അവളെ എറിയ. ഞാനാണ് അവളുടെ ചിരി എന്ത് ക്യൂട്ടാണ്. പക്ഷെ പെർഫോമൻസ് ഇവിടെ കാണണം. വെട്ടിക്കെട്ട് പെർഫോമൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ആ ബെൽറ്റ് കണ്ടാൽ തന്നെ അറിയാം. കുഞ്ഞി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഈ മാമന്മാര്, ഈ ചേച്ചിയൊക്കെ? മാമന്മാരും മാമിയും. മക്കളെ സത്യം പറ, ആരാണ് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ? മക്കളെ ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് 4 ചേച്ചിമാരെ ഇഷ്ടം. എന്നാലും ചേച്ചിമാരോടാണ് ഇഷ്ടം കൂടുതൽ. തിരുവനന്തപുരത്തൊന്നും ഇരിക്കണടാ, നമ്മളെ രണ്ടുപേരും പറയടാ മക്കളെ. ആ മൈക്ക് കൊടുത്താണ് ഒന്ന് പറയടാ. അല്ല, നിങ്ങളിങ്ങനെ ഇഷ്ടം ചോദിച്ചു വാങ്ങേണ്ടതല്ല. എപ്പിസോഡിന്റെ അവസാനം ആകുമ്പോ അവരൊരു തീരുമാനം എടുത്ത് പറയട്ടെ ആരെ ഇഷ്ടം എന്നുള്ളത്. നമ്മൾ എന്തായാലും 2 അഖിലേട്ടന്മാരുടെ സപ്പോർട്ടാണ്. തൊട്ട് മുമ്പല്ലേടാ കേറുന്ന സമയത്ത് നീ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചേ. ഇതെന്തോന്ന് ചക്കക്കുരുവാ? അതെ, ഇനി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. അത് ഇവിടുത്തെ സ്കിറ്റ്, ഇവിടുത്തെ കൗണ്ടേഴ്സ്, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം. ചേച്ചി, നമ്മുടെ പിള്ളേര് വരട്ടെ, പെർഫോം ചെയ്യട്ടെ. സ്കിറ്റ്. സർവീസ് സഹകരണ ബാങ്ക്. ആദ്യം ബാങ്ക് ഒന്ന് സർവീസ് ചെയ്യണം. ഒറ്റ എണ്ണ കൃത്യസമയത്ത് ജോലിക്ക് വരില്ല. എന്ത് കഷ്ടാണെന്ന് നോക്കണേ. ഞാൻ വന്ന് ഇവിടെ എന്ത് സർവീസ് നടത്താനാണ്? അയ്യോ, എന്നാ പറ്റി? ലതേ, ഛർദിക്കാൻ പന്ന പറ. എന്റെ ദൈവം, ഇതൊക്കെ ഇങ്ങനെയാണോ വന്നത്? എന്ത് പറ്റിയെന്ന് പറ ലതേ. കൊഞ്ഞനം കുത്തല രാവിലെ വന്നിട്ട് ഒന്നാമത് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കൊഞ്ഞനും കുത്തിയതല്ല, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതാ. എന്റെ സാറ്, ഞാൻ ഇന്നലെ ലിപ്സ്റ്റിക് ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. ഓ, കഥ ഞാൻ രാവിലെ ഇങ്ങ് ഓടി വന്ന് ബസ്സിൽ ഞാൻ ഒറ്റ കഷ്ടപ്പെട്ടാ വന്നത്. ഓ, ഇതങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ അല്ലേ, പെരട്ടി കളർ വെച്ചില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. രസമില്ല. അതാണ്. പിന്നെ ഞാൻ ഒരു 3-4 ദിവസം ലീവ് ആയിരിക്കേ. എവിടെ പോണ്? KSRTC ഒരു യാത്ര പോവാ. എങ്ങോട്ട്? അത് തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ KSRTC-യിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ. എങ്ങോട്ട് വേണേലും പോവാലോ. അത് പോവാ. അല്ല, നമ്മുടെ മാനേജർ വന്നില്ലല്ലോ. മാനേജർ താമസിക്കുന്നു. ഇന്ന് താമസിക്കോ? അപ്പൊ എന്നെ ഹൗസ് വാമിങ്ങിന് വിളിച്ചില്ലോ? വീട് വെച്ച് താമസിക്കണ കാര്യല്ല, കുറച്ച് താമസിക്കുന്നു വരാത്രേ ഉള്ളൂ. ഓ, അങ്ങനെ. നമ്മുടെ സെക്യൂരിറ്റീനെയും കണ്ടില്ല. അറിഞ്ഞില്ല അപ്പാ. എന്താ? സെക്യൂരിറ്റി കഴിഞ്ഞ ആഴ്ച മാനേജർക്ക് വന്നപ്പോ മാനേജർ പറഞ്ഞടാ, നീ ഇനി ഇവിടെ പണിക്ക് നിക്കണമെങ്കിൽ സെക്യൂരിറ്റി കെട്ടണമെന്ന് പറഞ്ഞു. അവൻ കെട്ടാൻ പോയൊക്കെ. പെണ്ണ് കെട്ടാനോ? അവനോർത്ത് പെണ്ണ് കെട്ടാനാണെന്ന് അവൻ പോയി. കെട്ടിട്ടേ വരുള്ളൂ. ബെസ്റ്റ്. അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഒന്നും കൊണ്ടുപോകാനില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടുന്ന് എന്ത് പോകാനാണ്? ഇനി പോകാനായിട്ട് ലോക്കറിലൊന്നും ആർക്കും ഒരു ശ്രദ്ധയില്ല. ഒന്നും പോകുമെന്നുള്ളതല്ല, ഇവിടുത്തെ പേന ആരെങ്കിലും അടിച്ചോണ്ട് പോകുന്നുള്ളതാണ് ശ്രദ്ധ. കണ്ടില്ലേ കെട്ടിയിട്ട് വളർത്തണത്? ആഹാ, ഇതേ ഉള്ളു ശ്രദ്ധ. സാറേ, എന്താ? അയ്യോ, എന്താല്ലേ? അതെ, മഴ പെയ്യുമ്പോ ചോരും. ആ ഏണി എടുത്തോണ്ട് വന്നാ നമുക്ക് ആ ഓടൊന്ന് നീക്കി വെക്കാം. പുള്ളി കുറച്ച് താമസിക്കും, വരും. മാനേരെ പുള്ളിയാണല്ലോ ഇവിടുത്തെ ഏണി. വരൂ ഇപ്പൊ. അതെ, വന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സ്വീറ്റ് കഴിക്കൂ. സൈക്കിളിന്റെ ആണോ? എന്ത് സീറ്റ് കഴിക്കാനല്ല, സ്വീറ്റ് കഴിക്കാനാണ് പറഞ്ഞത്. ബർത്ത്ഡേയാ? അല്ല, ബർത്ത്ഡേ. ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഹാപ്പി വെൽഡിംഗ് ആനിവേഴ്സറി. വെൽഡിംഗ് അല്ലോ, വെഡിങ് ആനിവേഴ്സറി. അല്ല, പെണ്ണിനാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണല്ലോ, വെൽഡിംഗ് ആണല്ലോ. പഴയ സാധനമാണ്, ഫില്ല് ചെയ്യാൻ വേണ്ടി അടിച്ചതേ. പിന്നെ രണ്ടാളും വന്നേ, എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അതെ, ഇനി മുതല് നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ശരിയാണ്, കസര എല്ലാം ഒടിഞ്ഞു കിടക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. ഇല്ലേ? അതല്ല പറഞ്ഞത്,
എടോ ഈ ബാങ്കിൽ 10ന്റെ പൈസയിലെന്ന് നമുക്ക് കുറച്ച് പേർക്കല്ലേ അറിയാവുന്നത്. ഇതിപ്പോ ലീക്കായി പൊതുവനെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവര് ഡെപ്പോസിറ്റ് പിൻവലിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ അവരോട് നമ്മള് നമ്മുടെ കയ്യിൽ എടുത്തു കൊടുക്കാനൊന്നുമില്ല. വളരെ തന്മയത്വത്തോടെ വേണം പെരുമാറാനായിട്ട്. മനസ്സിലാവണ്ട? ഈ ബാങ്കിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. അല്ല, നന്നായി പോണുണ്ട്. ആരാ കൊണ്ടുപോകണമെന്നാ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങള് അവരെല്ലാവരും കൈയിട്ട് പോരല്ലേ. നമുക്കൊന്നും മിണ്ടാൻ പറ്റൂലേ, കാരണം നമുക്ക് ഇത്തിരിച്ചൊക്കെ തന്നിട്ടുണ്ടല്ലോ. അതാണ് വലിയ പ്രശ്നമായിട്ട് നിൽക്കണത്. അപ്പൊ നമ്മള് എടോ ആരും അങ്ങോട്ട് വരണ്ടട്ടാ, ഒന്ന് സീരിയസ് ആയിട്ടൊന്നും. സാർ 3 ദിവസമായിട്ടേ അവിടെ 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 മാഡം 3 ദിവസമായിട്ടേ അവിടെ സാർ 3 ദിവസമായിട്ടേ അവിടെ 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 അത് പുറത്തേക്കുള്ള വഴിയല്ലേ സാറേ? അപ്പൊ ഇവിടെ 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 സാറേ 3 ദിവസം മുമ്പേ ആ. ഞാൻ എൻ്റെ ഒരു മോതിരം പണയം വെക്കാൻ ഇവിടെ കൊണ്ടു തന്നായിരുന്നു. ഓക്കെ. മോതിരമോ ആ. റെസിപ്റ്റോ ആ. പൈസയോ ആ. എനിക്ക് തന്നില്ല. ഇന്ന് വരാൻ പറഞ്ഞു, അതിന് വന്ന. ഓ, ഇന്ന് വരാൻ പറഞ്ഞല്ലേ? അതെ അതെ. ആരാ ഇയാളുടെ മോതിരത്തിന്റെ കാര്യം കൈകാര്യം ജോണാണോ? ആഹാ, മോതിരം അല്ലേ? ആ. അത് സാറേ ഞാനാ അന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ എന്നെ മാറ്റൊരച്ച് നോക്കണമെന്ന്. ആ, പണയം എടുക്കുന്ന സാധനങ്ങൾ സ്വർണ്ണമാണെങ്കിൽ അത് മാറ്റൊരച്ച് നോക്കണം. അത് ഞാൻ ഈ മാറ്റൊരച്ചൊരച്ചൊരച്ച് നോക്കി 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 ഒരച്ചൊരച്ചൊരച്ചൊരച്ച് അതങ്ങ് തീർന്നു പോയി. എന്താ? അല്ല, അത് അങ്ങ് എന്റെ മോതിരം ഒരച്ചൊരച്ച് തീർന്നെന്നോ? തന്നെ മോന്ത പിടിച്ചാൽ താഴെട്ടോ ആയിരിക്കും. ഇതൊരു ബാങ്കാണ്, സെക്യൂരിറ്റി. കെട്ടാൻ പോയി. ഒരു കാര്യം പറഞ്ഞേക്കാം എല്ലാത്തിനോടും. നാളെ വൈകിട്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ വരും. അപ്പൊ എന്റെ മോതിരം എനിക്ക് മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ നിന്റെ 3 എണ്ണത്തിനെ കൂടെ ഇവിടെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. ഈ ബാങ്കിന് തീ വെക്കും. ചുമ്മാ വിറ്റടിച്ച് അങ്ങ് പോയേക്കുവാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ജോണേ, താൻ ഞാൻ എവിടെ ആയിരുന്നോ? ലീവായിരുന്നല്ല? കല്യാണം ഉണ്ടായിരുന്നു മാമന്റെ മോന്റെ. അപ്പൊ നല്ല വില പോന്നിട്ടുണ്ടാവല്ലോ. ഓ, എന്നാ ഒരു മോതിരം ഡൊണേഷൻ കൊടുത്ത്. ഇപ്പൊ പോയവന്റെ മോതിരം ഇരിക്കുള്ളൂ. ഇനിയിപ്പൊ അവൻ നാളെ വരുമ്പോ ഞാൻ എന്തെടുത്ത് കൊടുക്കും? അല്ല, കല്യാണം പൊതുവെ ടൈറ്റ് വരുമല്ലോ കഴിയുമ്പോ. ആ. അപ്പൊ മാമന്റെ മോൻ ആ മോതിരം പണയം വെക്കാൻ ഇവിടെ വരും. ആ. അത് എടുത്തിട്ട് ഇവൻ വരുമ്പോ ഇവന് കൊടുക്കും. അപ്പൊ മാമന്റെ മോൻ ഇവിടെ വന്ന് പണയം വെക്കുന്നവരെ ഇവനെ ഞാൻ നടത്തിക്കണം. നടത്തിക്കണം. ഇത് റൊട്ടേഷൻ അല്ലേ? ഇതെല്ലാം വേറൊരു കക്ഷി മറ്റവനല്ലല്ലോ, മോതിരത്തിന്റെ ആളാണോ? അല്ലല്ല, എന്ത് ചോദിച്ചിട്ടാണോ വന്നത്? ദൈവം. എന്താണ് കൊറേ നാളായല്ലോ ബാങ്കിലേക്കൊക്കെ കണ്ടിട്ട്. അതെ അതെ അതെ. എന്താണ് വിശേഷങ്ങള്? അതെ, ആ, മോളുടെ കല്യാണ. കല്യാണം ക്ഷണിക്കാൻ വന്നതാണാ? പറഞ്ഞാ മതി, ഞങ്ങള് നേരത്തെ അങ്ങോട്ട് എത്തിയേക്കാം. നമ്മൾ തലേ ദിവസം വന്നേക്കാം. തെറ്റിയത് വെച്ചേരി. കസ്റ്റമർ അല്ലേ? അതെ, കല്യാണം ക്ഷണിക്കാൻ വന്നല്ല. അത് ഇത്തിരി സാമ്പത്തിക പ്രശ്നമുണ്ടേ. അയ്യോ, കഴിഞ്ഞ ആഴ്ചയാണ് സാറ് എന്നോട് പറയുന്നതെങ്കിൽ ഞാനത് സെറ്റ് ചെയ്ത് തന്നായിരുന്നു. ഇത് വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു 10 സെന്റ് ഞാൻ മേടിച്ചു. അപ്പൊ ഞാൻ ഇത്തിരി ടൈറ്റിലാണ്. ജോണേ, ആ, ഇത്തിരി ക്യാഷ് ഉണ്ടെങ്കിൽ ഒന്ന് മറിക്കടോ. ആ, എടുത്തു വെച്ചാ ഞാൻ മറിച്ചു കൊടുക്കാം. അവന്റെ അടുത്തും ഇല്ല, അതാണ് പ്രശ്നം. എന്നോട് ചോദിക്കണ്ട, ഇച്ചിരി ടൈറ്റാ. അതെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇറക്കാൻ വന്നല്ല. എനിക്കൊരു ലോണ് വേണം. ആ ലോണാ? ആ റെഡിയാക്കാം. ഈ മകളെ കെട്ടണ പയ്യൻ എവിടെയാണെന്നാ പറഞ്ഞത്? അവ സിലോൺ. അപ്പൊ ആ ലോൺ എടുത്താ പോരെ? അതെ, സാറിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ ഒരു 69 കടന്ന് 70 ആവാൻ പോന്നു. 69 വയസ്സുള്ളവർക്കൊക്കെ ലോൺ അനുവദിക്കാൻ പാടില്ലെന്നാണ്. കാരണം അത് ലോൺ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അപായം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് ആരടുത്ത് അടക്കും? പിന്നെ നമ്മുടെ തലയിലാവും. അതെയാ? ലോണ് ഭയങ്കര പ്രശ്നങ്ങളാ, ഭയങ്കര നൂലാമാലയാ. അതെ, ഇപ്പൊ ഒരു ലോൺ എടുക്കണമെന്ന് ഭയങ്കര പ്രശ്നാ. മുന്നാധാരം വേണം, അതിന്റെ മുന്നാധാരം വേണം, പിന്നെ അതിന്റെ മുന്നാധാരം വേണം, പിന്നെ അതിന്റെ മുന്നാധാരം വേണം, പിന്നെ മുന്നാധാരം വേണം. ഹലോ, ഇല്ലല്ലേ? അതെ, മുന്ന് മാത്രം മതി, പിന്നൊന്നും വേണ്ടേ? ചോദിച്ചത് അറിയാം. ഞാൻ പറയണത് ഇത് ഭയങ്കര പ്രശ്നമാണിത്. ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഭയങ്കര പാടാണ്. ഇനി ഈ ലോൺ എടുക്കണമെങ്കിൽ എന്താന്ന് പ്രൊസീജിയേഴ്സ് അത് പറഞ്ഞുകൂടെ? ആ സാധനം ഭയങ്കര പാടാണ്. എടുക്കാതിരിക്കണാണ് നല്ലത്. ലോണേ നമുക്ക് അത് ചടപ്പാണെന്നേ. എന്നാലും പണിയേ, എനിക്ക് ലോണ് വേണ്ട. ആശ്വാസം. എനിക്ക് എന്റെ ഡെപ്പോസിറ്റ് തിരിച്ചു തന്നാ മതി. എത്ര? 40 ലക്ഷം രൂപ ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടെന്ന് അറിയാലോ സാറിന്. ഡെപ്പോ ഫിറ്റ്
അതല്ല ഞാൻ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം PF കിട്ടിയ പൈസയാണ് ഞാൻ നിങ്ങളടുത്ത് അടച്ചത്. ഇവിടെ ഇട്ടിട്ടുണ്ട് അവിടെ അതെ. അപ്പൊ ഡെപ്പോസിറ്റ് അപ്പൊ എനിക്ക് ഡെപ്പോസിറ്റ് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. അത് വേണമല്ലോ എന്തായാലും. അതെ സാറേ, സാറേ ഈ കാണിക്കണത് മണ്ടത്തരമാണ്. ഞാൻ കാര്യങ്ങള് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആ ഡെപ്പോസിറ്റ് ഇരിക്കണ പൈസ എടുത്ത് മകളുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തി. അതിനുശേഷം സാറിന് ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ സാറ് എവിടെ നിന്ന് എടുത്ത് ചികിത്സിക്കും? അപ്പൊ ഞാൻ പറയണത് ആ പണം ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കട്ടെ. എടോ അതല്ല ഞാനൊരു ലോൺ എടുത്താൽ ഡെപ്പോസിറ്റിന്റെ പലിശ കൊണ്ട് ഈ ലോൺ അടഞ്ഞ് തീരുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡെപ്പോസിറ്റ് അവിടെ കിടക്കല്ലോ. ഇപ്പൊ ലോൺ കിട്ടാത്ത സ്ഥിതിക്ക് എനിക്ക് ഡെപ്പോസിറ്റ് കിട്ടും. അതാണ് ഡെപ്പോസിറ്റ്. നിങ്ങൾ വന്നിടോ. എന്ത് ചെയ്യൂടോ നമ്മള്? അയാൾ അങ്ങോട്ട് കൊന്നാലാ? ഒരു കാര്യം ചെയ്യും, പ്രസിഡന്റിനെ വിളി. പുള്ളിയാണല്ലോ എന്റെ ഉത്തരവാദി. പ്രസിഡന്റിനെ വിളി. സാറേ നമസ്കാരം സാറേ. അതെ, നമ്മുടെ മറ്റേ സാറ് വന്നിട്ടുണ്ട് ഇവിടെ. പുള്ളിയുടെ ഡെപ്പോസിറ്റ് പിൻവലി. ഏത് സാറിന്? സോറി സാറേ, സാറിന്റെ പേര് മറന്നുപോയി. കുട്ടിക്കൃഷ്ണൻ. ആ, കൃഷ്ണൻകുട്ടി സാറ്. കൃഷ്ണൻകുട്ടി സാറ് വന്നിട്ടുണ്ട്. കുട്ടിക്കൃഷ്ണൻ. കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി സാറ് വന്നിട്ടുണ്ട്. 40 ലക്ഷം വേണമെന്നാ പറഞ്ഞത്. ശരി, എന്ത് പറഞ്ഞു സാറേ? സംഭവം ഇന്ന് സെറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്താ? പ്രസിഡന്റിന് ഒരു വയ്യായിക. അപ്പൊ 2 ആഴ്ചത്തെ സമയമാണ് ചോദിക്കണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ആ പ്രസിഡന്റ് പറയണം പുള്ളിക്കല്ലേ ഇത്. പുള്ളി വന്ന് ഒപ്പിടണ്ടേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രസിഡന്റിന്റെ വയ്യായികയും പണം പിൻവലിക്കലും തമ്മിൽ എന്താ പ്രശ്നം? അല്ല, പുള്ളിക്ക് വയ്യായിരിക്കാനല്ല, പുള്ളിയുടെ 2 കയ്യിലും പ്ലാസ്റ്റർ ഇട്ടേക്കുവാ. അതുകൊണ്ട് പുള്ളി വന്നാലേ പണം പിൻവലിക്കാൻ പറ്റും. അതാണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ ഡെപ്പോസിറ്റ് കിട്ടണോ? അടുത്ത മാസം മോളെ കല്യാണം. അടുത്ത മാസം എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തില്ല. അതെ, ഈ പിന്നെ ഇതൊക്കെ നമുക്ക് ഇപ്പൊ കൊണ്ടുപോകാൻ ഒരു ചെറിയ പേപ്പർ വർക്കിന്റെ കാര്യമല്ലോ. ചെറുക്കന്റെ വീട് എവിടെയാന്ന് പറഞ്ഞു? അവന്റെ വീട് നാട്ടില് കൂത്താട്ടുകുളം. കൂത്താട്ടുകുളം നമ്മുടെ ഏരിയ ആണല്ലോ. അവിടെ മേലെ വീട്ടില്. മേലെ വീട്ടില്? തറവാട്ട്. മേലെ തറവാട്ടില്ല? അറിയോ? പിന്നെ ബെസ്റ്റ് ഫാമിലി. സാറേ മേലെ വീട്ടില്? മേലെ വീട്ടിൽ അങ്ങനെയുള്ള കാരണങ്ങളുടെ പേര് ഞാൻ മറന്നു. എന്റെ പൊന്നോ, സുധാരൻ. അറിയാ? ഞങ്ങള് തമ്മിൽ ഇന്റിമേറ്റ്. ഞാൻ സ്ഥിരം വിളിക്കാറില്ല. നമ്പർ കയ്യിൽ നിന്ന് പോകുന്നു തരുവോ? അതെയാ? എന്റെ മോളെ അമ്മായച്ചന്റെ നമ്പർ അല്ലേ? ഞാനത് എപ്പോഴും വിളിക്കണ നല്ല കൂട്ടാണ് ഞങ്ങൾ. ആ പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും. കുറച്ച് സൈൻ ചെയ്യാനുണ്ട്. റെഡിയാക്കാം കേട്ടോ. തല തിരിഞ്ഞു പോയില്ലേ? അതൊക്കെ ഒന്ന് സൈൻ ചെയ്യിക്ക്. ഇവിടെ ഹലോ, ഇവിടെ ഒരു സൈൻ ചെയ്തു. അല്ല, ഈ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മോളെ കെട്ടാൻ പോണ? ആ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു? ഫുൾ നെഗറ്റീവാണ്. നിങ്ങൾ അതൊന്നും അന്വേഷിച്ചിട്ട് ആ ബന്ധം വേണ്ട. ഞാൻ ആരാണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വേണമെങ്കിൽ ഇത് അന്വേഷിച്ചിട്ട് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പൊ സാറ് അത് സൈൻ ചെയ്തോട്ടെ. അപ്പൊ ഓക്കെ. അപ്പേ സാറ് ഒരു 10 മിനിറ്റ് ഇരിക്കും. 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം. നമുക്കേ ആ ഫയലൊക്കെ ഒന്ന് നോക്കണം. താനാ മറ്റേവരുടെ അപേക്ഷകളൊക്കെ 100 അപേക്ഷ ഉണ്ട്. അതൊന്നും ഇരുന്ന് സെറ്റ് ചെയ്യ്. വേഗമാവട്ടെ. മോളെ അമ്മായച്ചനാ. ഹലോ സുധാര, എന്തെന്നുണ്ടോ വിശേഷം? എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ? ആരാ പറഞ്ഞേ? 1 മണി ആ വിളിച്ചോന്റെ നമ്പർ എനിക്ക് ഇപ്പൊ അയച്ചാ ഞാൻ ചോദിച്ചോളാം. ഇപ്പൊ തന്നെ അയക്കണേ. ശരി. ആഹാ, ഇപ്പൊ ഹലോ. ഹലോ, ആ, എവിടാ നീ ഉള്ളത്? നീ എവിടാ? നീ ആരാ എന്നെ വിളിച്ചിട്ട്? നീ എവിടെയാ? നീ ആരാ? നീ എവിടെ നിൽക്കുന്നെന്ന് പറയടാ. ഞാൻ ബാങ്കിലൊരു സ്റ്റാഫാണ് കേട്ടോ. മര്യാദ സംസാരിക്കണം. ആഹാ, നീ ഏത് ബാങ്കിലാടാ? ഏത് ബാങ്കിലെ സ്റ്റാഫാടാ? സർവീസുകാരന്റെ ബാങ്കിലാ. എവിടുത്തെ സർവീസുകാരന്റെ ബാങ്ക്? മറ്റേ തൃക്കട ബ്രാഞ്ച്. ആ ബാങ്കിലാണല്ലോ ഞാനുള്ളത്. അപ്പൊ നീ ഇവിടെ എവിടെ നിൽക്കുന്നെന്ന് പറയടാ. അല്ല, ഞാൻ ബാങ്കിൽ നിൽക്കണം. ഏത് എവിടെ ബാങ്കിൽ ഏത് ഭാഗത്ത് നിൽക്കുന്നു പറയടാ. എന്നെയാണ് ഈ കിടന്ന് വിളിക്കണത്. ഞാൻ ഇവിടെ കിടന്നിട്ട് എന്നെ വിളിക്കണത് എന്താണ്? നീ ആണോടാ എന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞു കൊടുത്തത്? സുധാരൻ എന്നെ ഇപ്പൊ വിളിച്ചടാ. നീയാണ് പറഞ്ഞത്. എന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞു. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറ. എന്റെ മോളെ കുറിച്ച് ഇയാള് സുധാരന് അപവാദം പറഞ്ഞു കൊടുത്തു സാറേ.
എന്താണ് ജോണെ ഇത്ര ചീപ്പായിട്ട് പെരുമാറുന്നത്? ഒരു പാവപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് താൻ എന്താ അപരാധമൊക്കെ വിളിച്ചു പറയണത്? ഒരുമാതിരി തോന്നിവാസം പറയരുത് കേട്ടോ. തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ പടക്കം കൊടങ്ങണ വെച്ചിട്ട് കാര്യമില്ല. ഡെപ്പോസിറ്റ് കൊടു, ഡെപ്പോസിറ്റ് കൊടു. ഡെപ്പോസിറ്റ് കൊടുക്കാലോ, അതിനല്ലേ ഞങ്ങള് അകത്തേക്ക് പോയത്. സാർ ഇതിന്റെ കാര്യം എന്താ? ജോണെ പറയരുത്, ഞാൻ പറയാം. എന്നെ പറയരുത്. സാറേ ഞാൻ പറയാം. അതല്ല ഞാൻ പറയട്ടെ. സാറേ ഡെപ്പോസിറ്റ് 2 ആഴ്ചക്കുള്ളിൽ സമാധാനത്തോടെ ഞങ്ങൾ തരാം. എവിടെ എടുത്തിട്ട് കൊടുക്കാൻ? അല്ല 2 ആഴ്ച ഉണ്ടല്ലോ, അപ്പൊ അപ്പോഴേക്കും നമുക്ക് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാം. പ്രസിഡന്റിന്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം. മാഷിങ് വന്നേ. ഈ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാങ്ക് ഇങ്ങനെ സർവീസ് സഹകരണ ബാങ്ക് ആണല്ലോ. അപ്പൊ ഇത് സഹകരിച്ച് ഇവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, അവിടെ കുടുംബാംഗങ്ങൾ, ഇവിടുത്തെ മെമ്പർമാരെല്ലാം കൂടി പൈസ മുഴുവൻ അടിച്ചോണ്ട് പോയി. അവരവരുടെ കാര്യത്തിന് പൈസ എടുത്തിട്ടുണ്ട്. ഇവിടെ 5 പൈസ ഈ ബാങ്കിൽ ഇല്ല. ഞാൻ 40 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ 40 ലക്ഷം രൂപ മഹാഭാവികളെ നിങ്ങളെടുത്ത് പുട്ടടിച്ചല്ലോടാ. എത്ര പാവപ്പെട്ടവരാണ് ഈ ബാങ്കിൽ പൈസ എടുത്ത് നിങ്ങൾ പുട്ടടിച്ചിട്ടാ പറയടാ. ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഈ ബാങ്കിൽ 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല ഈ ബാങ്കില്? ഒന്നുമില്ലേ? ഒന്നുമില്ല. അപ്പൊ ഇത് സഹകരണ ബാങ്ക് അല്ല, പിന്നെ ഇതാണ് സഹകരണ ബാങ്ക്. QT, the hand wash presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. എന്താണ് പരിപാടി? നിങ്ങളുടെ ടീമാണ് അടുത്ത് ഇറക്കാൻ പോകുന്നത്. ഞങ്ങളാണ് ഇറക്കാൻ പോകുന്നത്. അതെ, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം. ഓക്കെ, വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. ആരൊക്കെയാണ്? അപ്പൊ അതിമനോഹരം അതിമനോഹരമായിട്ട് 3 പേരെ വിളിക്കാൻ പോവാണ്. രാധിക ചേച്ചി, സോന ആൻഡ് അരുൺ. ഫാമിലി ഇസ് ബാക്ക് അഗൈൻ. അപ്പൊ എന്തായാലും ചേച്ചി ബാറ്ററി ഓൺ ആണ്, ടീം റെഡിയാണ്, സ്കിറ്റ് കാണാം. തന്നെയായിരുന്നു. ആരാടി അവിടെ പഴത്തൊലി കൊണ്ടിട്ടത്? അത് തുടക്കത്തിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ കൊണ്ടിട്ടതാ. എന്റെ നടുവല്ല ഒടിഞ്ഞിരുന്ന നിന്റെ മുഖത്തിന്റെ ആക്ഷൻ അങ്ങ് മാറ്റിച്ചേനെ ഞാൻ കേട്ടാ. ചെറുക്കന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. അത് വല്ല കാണുന്നതിലും ആയിരിക്കും. കുത്ത് കിട്ടിയെന്നല്ല പറഞ്ഞത്, കത്ത് കിട്ടിയെന്നാ. കത്തോ? ആ, പ്രേമലേഖനം. ആരുടെ? ബഷീറിന്റെയോ? നിന്റെ അച്ഛന്റെ. എടാ ചെറുക്കന്റെ പൊന്നൂട്ടന്റെ ആണെന്ന് നോക്കങ്ങോട്ട് വായില്ല. അയ്യോ അയ്യോ, ഏതാണ്ട് വൃത്തികേടൊക്കെ ഉണ്ട്. എന്തുവാടി ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതിനല്ലേ ഞാൻ ഞെട്ടിയത്. എന്താ ഞാൻ ഞെട്ടിയ ശരിയാവത്തില്ലേ? ഞാൻ ഞെട്ടും, ഇനിയും ഞാൻ ഞെട്ടിക്കൊണ്ടേയിരിക്കും. അല്ല, ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇത് പ്രേമലേഖനം വന്ന് അമ്മയ്ക്ക് അങ്ങനെ മനസ്സിലായി? എടി, ഇത് എവിടുന്നാ കിട്ടിയത്? കട്ടിലിന്റെ അടിയിന്ന്. ആ, പണ്ടത്തെ കാലത്തൊക്കെ കട്ടിലിന്റെ അടിയിൽ നിന്ന് എന്തേലും കിട്ടിയ അത് പ്രേമലേഖനമായിരിക്കും. അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടോ അമ്മ? പിന്നെ മാ പിന്നെ കിട്ടിയ കുറച്ച് മേടിക്കുക. ഞാനങ്ങ് മേടിക്കത്തില്ല. ചെറുക്കനെ ഫുട്ബോൾ കളി കാണാനെന്ന് പറഞ്ഞ പോയല്ലയോ, എന്തിയൊന്നൊന്ന് വിളിച്ചേ. ആദ്യം ഈ ഫുട്ബോൾ കളി ഒന്ന് നിർത്താം. എനിക്ക് ഈ നാണം വരുമ്പോ ഞാൻ ഇടുന്ന മാസ്റ്റർ പ്ലാൻ അടി ഇതാ, അതങ്ങ് മറന്നു പോടി. നേരത്തെ ഞാൻ വിളിക്കാം. സ്നേഹം കൊണ്ട് വിളിച്ചതൊന്നുമല്ല, അമ്മ പറഞ്ഞിട്ട് വിളിച്ചാ. മക്കളെ ഈ വായിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തു മക്കളെ ഇതിൽ എഴുതി വെച്ചേക്കുന്നേ? എടി, ആരാടി അവന്റെ അടുത്തിരിക്കുന്ന ഒരു പെങ്കൊച്ച്? നോക്കിക്കേടി, നോക്കിക്കേ. ഓ, കൊടഞ്ഞെടുക്കുവാണോ അതിനകത്തുനിന്ന്? കൊടഞ്ഞെടുക്കുവാണോ? ഞാൻ നോക്കി പറയാം. ഞാൻ ആരാന്നൊന്ന് നോക്കിക്കേ. ഒരു മിനിറ്റ്. ഹലോ ലളിതാൻറ്റി, ആ മോൾ എന്തിയായിരുന്നു? ആണോ? ആ ശരി ശരി. ഇല്ല ഒന്നുമില്ല. ആ ലളിതാൻറ്റിയുടെ മോളുടെ കൂടെ അവൻ പോയേക്കുന്നത്. ലളിത എവിടെ ഉണ്ടോ? ലളിതാൻറ്റി വീട്ടിലുണ്ട്. അവൾ ആരുടെയും കൂടെ ഒന്ന് പോയായിരുന്നെങ്കിൽ കുടുംബശ്രീയിലിട്ടൊന്ന് പാട്ടായിരുന്നു എനിക്ക്. ഇതിപ്പോ പറ്റത്തില്ലല്ലോ. അമ്മ, നാളെ ആ അതിലും അമലും ഇവിടെ വരുന്നുണ്ട്. ഞാൻ അവരോട് സിനിമയ്ക്ക് പോവേ. ഒരു അവലും മലരിന്റെയും കൂടെ നീ എങ്ങും പോകുന്നില്ല. എന്തോ അമ്മ, ഞാൻ പോകുന്ന കാര്യം പറയുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നേരത്തെ അമ്മയുടെ മോൻ ഒരു പെങ്കൊച്ചിന്റെ കൂടെ ഇരിക്കുന്നത് തന്നെയല്ലേ പറഞ്ഞേ? അല്ലെങ്കിലും എല്ലാ വീട്ടിലും ഉള്ളതാ. പെൺമക്കൾ ഏതായാലും കൂട്ടുകാരോടെ പോകുന്നെന്ന് പറയുമ്പോ കിടന്നുള്ള ബഹളം. നീ എങ്ങും പോകുന്നില്ല. ഇന്ന് 1-ാം തീയതി ആണോ? ആ എരണം കെട്ട അമ്മാവിനെ കെട്ടിയെടുക്കുന്ന ദിവസമാ. അങ്ങേര് വന്ന് ഇതെങ്ങാണോ അറിഞ്ഞാല് നാട് മൊത്തം പോസ്റ്റർ അടിച്ചതിന് തുല്യമാവൂടി. എനിക്ക് പോണം. ഇവിടുന്ന് പോന്നില്ല. ഞാൻ പോവും. പോത്തില്ല. അമ്മേ കഷ്ടം.
നല്ല ശുദ്ധമായ വഴക്കിന്റെ മണം. എന്തായാലും എന്റെ രഞ്ജി പണിക്കർ കലക്കി. രഞ്ജി പണിക്കറോ എന്റെ എൻട്രി പഞ്ച് കലക്കി. സാധാരണ ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണ് അവിടെ വഴക്കുണ്ടാവാറുള്ളത്. ഇതിപ്പോ ഞാൻ വന്ന് കയറുന്നതിന് മുന്നേ വഴക്ക് തുടങ്ങി. എനിക്ക് അത്രയും പണി കുറഞ്ഞല്ലോ. ഇവിടെ ഒന്ന് ആരോട് പറയാനാ ഈ വഴക്കിന്റെ കാരണം എന്തുവാന്നൊന്നും അറിയാനും പറ്റുന്നില്ല. ഇത് ചെറുക്കനും പെണ്ണും പറഞ്ഞാലും വഴക്കിന്റെ പ്രശ്നം പറയാൻ പറ്റും. രണ്ടുപേരും കൂടെ ഒരു പെണ്ണിന്റെ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിഹിതം. ചെറുക്കൻ ഇവിടെ ഇല്ല. സംഭവം ഇവളുമാരോട് ചോദിച്ചാ ഇവളുമാര് പറയത്തില്ല. ഇവിടെ ഒളിച്ചിരുന്നാലേ ഇവളുമാർ എന്തുവാ പറയുന്നേന്ന്. എനിക്ക് പോണം. ഞാൻ ഇവിടുന്ന് പോവും 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 പോവും. ഞാൻ കായും 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 കായും. അതല്ല പിന്നെ അമ്മ, ഞാൻ ഇവിടുന്ന് പോയി. എന്നെ വിട്ടില്ലേ ഞാൻ ഈ ചെടിച്ചട്ടി എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കടി, എന്റെ നെഞ്ചത്തോട്ട് പൊട്ടിക്കടി. എന്നാല് അമ്മയായി പോയി എറിഞ്ഞ് പൊട്ടിക്കാനും പറ്റത്തില്ല. അയ്യേ അമ്മേ, ദേ വല്യമാവന്റെ തൈ. നമുക്ക് കുറ്റിമുല്ല തലച്ചുമടായിട്ട് കൊണ്ടുവന്നല്ലേടി അമ്മാവൻ. അല്ലേ അമ്മാവാ? അയ്യോ, വല്യമാവ, വല്യമാവ. അമ്മേ, ഞാൻ എന്റെ കൈ കൊണ്ടൊരു അറിയാതെ അബദ്ധം. മൂക്കി കൈവച്ച് ശ്വാസം ഉണ്ടോ നോക്കിയമ്മേ. അമ്മയുടെതല്ല, എന്റെതല്ല, അമ്മാവന്റെ. അയ്യോ, എടി പരമനാറിയായിരുന്നാലും എന്നെ വളർത്തി ഇത്രയും വലുതാക്കിയത് ഇങ്ങേരൊറ്റ ഒരുത്തരായി. അമ്മാവാ, അമ്മാവാ, അമ്മാവാ. ആന്തോ അമ്മേ? നാറിയാന്നേലും അമ്മാവനല്ലേ ഇത്രയെങ്കിലും കരയുണ്ടായോ? എനിക്കാണെങ്കിൽ ഞാൻ ചെയ്തും പോയി. എനിക്കിതൊക്കെ ഓർത്തിട്ട് പേടി വരുതേ. എന്റെ കൈ രണ്ടും കടന്ന് വിറയ്ക്കുവാ. കൊച്ചേ താണ്ടി ഈ 2 വിരൽ വിറക്കുന്നില്ല കേട്ടോ. ആശുപത്രി ഈ കൊണ്ടുപോകും. ഞാനത് ശ്രദ്ധിച്ചാൽ എണ്ണ എനിക്കറിയാം. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവോമേ. മിണ്ടാതിരി, ഇവിടെ വാ. എല്ലാവരെയും പോലെ തന്നെ എനിക്കും എന്റെ കുടുംബവും വലുത്. എന്റെ മോനും മോളും അടങ്ങുന്ന ഒരു ചെറിയ ലോകം. അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തി. ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ഉറപ്പുള്ളിടത്തേക്ക് അവനെ നീ പറഞ്ഞു വിട്ടു. ഞാനോ? പിന്നെ ഞാനാ പറഞ്ഞു വിട്ടത്. അമ്മേ, അപ്പൊ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവോമേ. പോലീസോ? നിന്നെ പോലീസ് പിടിക്കാൻ ഈ അമ്മ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയല്ലേ മക്കളെ. പോലീസ് പിടിക്കുമല്ലേ? ഒരു കാര്യം കേക്ക്, പോലീസ് തിരിച്ചും മറിച്ചും ചോദിക്കും. പക്ഷെ August 2 നീ ധാന്യത്തിന് പോയതാന്ന് പറയണം. ധ്യാനം കൂടാൻ പോയെന്നല്ലേ? റേഷൻ കട ധാന്യം മേടിക്കാൻ പോയതാന്ന് പറയണം. കേട്ടാ? പറയാം. പേടിക്കണ്ട, നമുക്കിതിനെ നമുക്ക് എങ്ങനെയും അങ്ങ് ചാക്കിനകത്ത് കെറ്റി കുഴിച്ചിടാം. അമ്മേ, എന്തുവാ? ഒരു പശുക്കുട്ടിയെ കൂടെ കിട്ടുമോ നോക്കണേ. ഇത് ചത്തത് വരുണല്ല, എന്റെ അമ്മാവനാ. അപ്പൊ വല്ല മുതുക്ക് കാളയും കിട്ടുമോ നോക്കാം. ആ പേര് പറഞ്ഞ അമ്മ അങ്ങ് പോയി. ആകെ ഉള്ളത് 3 ക്യാരക്ടർ. ഒരെണ്ണം എൻട്രി തന്നെ പടിയായി, ഒരെണ്ണം ഇപ്പൊ പേടിച്ചു പടിയായി. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുവോ? അയ്യേ, ലാലേട്ടന്റെ ഇടത്തേത്തോളാ ചെരിഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറ്റി ഇതെല്ലാം എത്ര ഉണ്ടാക്കി വെച്ചാൽ ലാലേട്ടൻ തോളം. സോറി അമ്മേ, നമ്മൾ എവിടെ കുഴിച്ചിടും അമ്മേ? അത് എന്നോടുകൂടി ഈ രഹസ്യം മണ്ണടിയട്ടെ. അപ്പൊ അമ്മ ആ കുഴിക്കകത്ത് ചാടാൻ പോണോ? എങ്ങനെയാണ് ഈ ചാക്കിനകത്ത് അങ്ങനെ കേറ്റാൻ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കടി. എങ്ങനെയും ഇത് എങ്ങനെ കേറ്റും അമ്മ? ഇവിടെ കാല് കേറ്റ്. ഞാനങ്ങ് കേറിയാ മതി അതിനകത്ത്. മതി. ഇത് എന്തതിന് എന്നെ കേറ്റുന്നതെന്നൊന്ന് പറഞ്ഞേട്ടെ. എന്തുവാ എന്നാ വച്ചേ?
ഹാപ്പി ബർത്ത്ഡേ അമ്മാവ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല പുനർജന്മം മനസ്സിലായില്ല. അമ്മാവൻ എങ്ങനെ വന്ന്? ഞാനാണെങ്കിലേ ദാണ്ടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. അപ്പോഴാണ് സ്നേഹത്തോ. അയ്യോ അതായിരിക്കും ഈ വേര് ചാടിയതല്ലേ. അവിടെ ഇരുന്നപ്പോ വേര് കാര്യം നമ്മൾ പറയുക. അതല്ല, ഞാനേ ഇവിടെ നിങ്ങൾ സ്നേഹത്തോടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് നിങ്ങളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഇരുന്നതാ. അപ്പൊ ഭാരമുള്ള എന്തോ ഒന്ന് വന്ന് എന്റെ തലയിൽ വീണ പോലൊരു തോന്നല്. അത് സ്നേഹത്തിന്റെ മൺകുടവാ അമ്മാവ. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇപ്പോഴും ആ ഭാരം അങ്ങോട്ട് മാറുന്നില്ല. ആ സ്നേഹം എടുത്തങ്ങ് മാറ്റുവന്നെ. എന്തോ മക്കളെ? ഒന്നുമില്ല. അമ്മാവി എന്തി അമ്മാവ? അമ്മാവി എന്തി? അമ്മാവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദാണ്ട അമ്മായി ഉണ്ടല്ലോ, അമ്മായി നിങ്ങൾക്ക് എന്തൊക്കെയാ തന്നു വിട്ടേക്കിതെന്ന് നോക്കിയ മക്കളെ. ദാണ്ടേ ഇത് ഉണ്ണിയപ്പത്തിന്റെ പാത്രം കഴിഞ്ഞ വട്ടം കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ദാണ്ടേ ഇത് ചിക്കൻ കറി ഇല്ലല്ലോ, പാത്രം കഴിഞ്ഞ വട്ടം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഇത് അച്ചപ്പം പാത്രം കഴിഞ്ഞ വട്ടം കൊണ്ടുപോയത്. എങ്ങനെ മനസ്സിലായി? കണ്ടിന്യൂറ്റി അടിച്ചു വന്നപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം ഇതിനകത്തുണ്ട് മോളെ. അമ്മാവൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നല്ലോ. എന്താ ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് വന്നങ്ങ് താമസിച്ചേന്. പാത്രം മൊത്തം അവിടെ അല്ലായിരുന്നോ? പണ്ടൊക്കെ അമ്മാവനെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അമ്മയുടെ ആങ്ങളെയല്ലായിരുന്നോ? അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ മുണ്ടഴിച്ചിടുവായിരുന്നു. രണ്ട് പെൺപിള്ളേരുള്ളത് മുണ്ടഴിച്ചിടുക. അതല്ല, ബഹുമാനം കൊണ്ട് മുണ്ടഴിച്ചിടുവായിരുന്നു. അങ്ങനെ ഇപ്പോ ഞാനൊന്ന് ചത്തോന്ന് നീ തിരക്കിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ചത്തോന്നോ? ജീവന അല്ല സുഖമാണോന്ന്. ഇത് ഉടനെ എങ്ങനെ വല്ലോ നടക്കും എന്റെ വല്യമ്മാവ? ചാക്കാലയാണോ? അല്ല ഇതേ ഇത്രയും നേരമായിട്ട് വന്നിട്ട് ഒരു നല്ല കൗണ്ടർ പോലും അടിച്ചിട്ടില്ല. എന്റെ ഷഷ്ടിപൂത്രിക്ക് വിളിച്ചിട്ട് നീ എന്താ വരാഞ്ഞത്? അത്രയും വരെ പോകുന്ന പോലും ഞാൻ ഓർത്തു. അതൊക്കെ നടത്തുമെന്ന് ആരായിട്ട് കണ്ടോ? കാര്യം എനിക്കിട്ട് വെച്ചതാണെങ്കിലും നീ ഇപ്പൊ പറഞ്ഞ കൗണ്ടർ നിനക്ക് കിട്ടിയില്ലയോ? മോൾ ഇങ്ങി വന്നേ. എന്താ അമ്മാവാ? പഴയ പോലെ വിളിച്ചാ വരൂ, അനുസരണ ഉണ്ടോ നോക്കിയതാ. പോക്കോ മോളിങ്ങി വാ. എനിക്കുണ്ട്, പണ്ടേ ഉണ്ട് അനുസരണം. അതല്ല, ഒരു കാര്യം വരാൻ ഇങ്ങി വന്നേ. പിന്നെ എന്താ അമ്മാവ? ഞാനൊരു നല്ല വർത്തമാനം പറയാനാ ഇങ്ങോട്ട് വന്നത്. അമ്മാവൻ ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറയാനല്ലേ എനിക്കറിയാം. അതല്ലെന്ന്, പിന്നെ ഒരു കല്യാണ ഉറപ്പിലും ആയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ. എന്തുവാടി അവള് കിടന്ന് കാണിക്കുന്നത്? കല്യാണം എന്ന് കേട്ട എന്റെ കുഞ്ഞു മയില് പീലി വിരിക്കുന്ന പോലെ ആടുവാങ്ങ്. അതിന് ഇവളുടെ കല്യാണം അല്ലല്ലോ. എന്തുവാടി ആ ചുരുണ്ട് കൂടിയത്? ആ വിരിച്ച പീലിയെല്ലാം പൊഴിച്ചിട്ടതാ. കൊള്ള, ഇത് എന്തോ പെണ്ണാന്ന് പറയുന്നത്. അല്ല, ആരുടെ കല്യാണക്കാരിയും കൊണ്ടാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അമ്മാവാ. എന്തുവാ മക്കളെ, എന്തുവാടാ പറ. അമ്മാവനല്ല അമ്മാവാ. ഓ ചമ്മി ചമ്മി ചമ്മി. താണ്ടെ കെട്ടിക്കാൻ പ്രായമുള്ള മോൾ ഇവിടെ നിൽക്കുമ്പം അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണോ? വേണ്ടെന്ന് പറയാമ. അമ്മാവ അത് കോടീശ്വരനാണ്, സുന്ദരനാണ് ചെറുക്കൻ. കോടീശ്വരനാണ്, സുന്ദരനാണ്. വേണ്ടത് പറയാമ. വേണ്ട. 4-5 കാറുണ്ട്, ബസ്സുണ്ട്. 4-5 കാറുണ്ട്, ബസ്. ഞാനിവിടെ നിൽക്കുമ്പോഴോ? അവളിവിടെ നിൽക്കുമ്പോ അമ്മ കാറ് കിടക്കുമല്ലോ, അതിനകത്ത് കയറി ഇരിക്കാൻ പറ. നിൽക്കുമല്ലോ, അവള് കയറി ഇരിക്കാൻ. വേണ്ടെന്ന് പറ. പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത നിത്യ കന്യകൻ. പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത നിത്യ കന്യകൻ. പിന്നെ എന്താത്തിനാ അയാൾ കെട്ടുന്നേ? പിന്നെ അയാൾ എന്താത്തിനാ കേട്ടുന്നേന്ന്? കേരളത്തില് കുട്ടിയകല് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ഒറ്റ ഒരു കേരളത്തിൽ കുട്ടിയകല് കഴിഞ്ഞാൽ പിന്നെ അയാളെ ഉള്ളെന്ന് കേട്ടാത്തത്. കുട്ടിയകലിനെ പോലെയല്ലേ ഗുണമൊന്നും കാണത്തില്ല. എനിക്ക് കുട്ടിയകലിനെ വേണ്ട. ആർക്ക് വേണം? ഞാൻ പറഞ്ഞ 2.5 ഏക്കർ തെങ്ങും പറമ്പുണ്ട് ചെറുക്കന്. മനസ്സിലായോ? 2.5 ഏക്കർ തെങ്ങും പറമ്പുണ്ടെന്ന് ചേർക്കാൻ എന്റെ അടുത്ത് പറഞ്ഞ ഞാനല്ലേ നിന്റെ അടുത്ത്. അങ്ങോട്ട് ഞാൻ എങ്ങനെ ചെടി നീ ഒന്ന് ആലോചിച്ച് നോക്ക് ചെറുക്കനെ പറ്റി. മിണ്ടായി. എനിക്കൊരു പൊന്നു മോനുണ്ട്, ഒരു മോളുണ്ട്. എനിക്കൊരു മോനുണ്ട്, മോളുണ്ട്. അതെന്തിനാ വീണ്ടും വീണ്ടും പറയുന്നേ? അത് അമ്മാവനോടല്ല, എന്നോട് തന്നെ പറഞ്ഞ് എന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചതാണ്. നീ ഇങ്ങോട്ട് മാറിയേ. കൊച്ചു തോന്ന് ആലോചിച്ചേ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മാവാ. നടക്കാൻ പോകുന്നില്ലയോ? അത് കൊള്ളാം.
പണ്ട് ഇവളെയും വിളിച്ചോണ്ട് നിന്റെ എരണം കെട്ട തന്ത ഒളിച്ചോടി പോയപ്പോ തകർന്നത് എന്റെ കുടുംബമാ. അതിനച്ഛൻ ബോംബിട്ടിട്ടല്ലോ പോയത് തകരാനായിട്ട്. അല്ല എന്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അവൻ? നിന്റെ അച്ഛനെ അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും എനിക്ക് കാണിയേ വേണ്ട. അവൻ നിങ്ങളെ ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞതിന് ശേഷമാ ഞാനും എന്റെ കുടുംബവും ഈ വീട്ടിൽ കാലുകുത്തിയത്. അന്ന് എനിക്ക് നടത്താൻ പറ്റാത്ത എന്റെ കൊച്ചിന്റെ കല്യാണം എനിക്കിന്ന് നടത്തണം. അല്ലാതെ 2.5 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുമെന്ന് അറിഞ്ഞോണ്ടൊന്നും അല്ല. ഒന്നുമില്ല, മോള് ഇത് മുന്നിൽ നിന്ന് നടത്തണം. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്നിട്ട് മോടെ അമ്മയെ കൈ പിടിച്ചിറക്കി വിടണം. എന്നാ പിന്നെ ആ കല്യാണം അതങ്ങ് നടക്കട്ടെ അമ്മ. നടക്കട്ടെ. അല്ല ഈ പറഞ്ഞ ചെറുക്കൻ എന്ത് ചെയ്യുവാ? എന്തും ചെയ്യുമെന്നും പറഞ്ഞു നിൽക്കുവോ അവൻ? എന്താ പ്രായം കൂടി പോരും വലിയോ. അങ്ങനെ അല്ല ആളുടെ ഫോട്ടോയോ അങ്ങനെ? ഫോട്ടോ ഉണ്ട്. ഫോട്ടോയുടെ കാര്യം പറഞ്ഞ നോക്കിയാട്ടെ. അയ്യോ ഇത് എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അമ്മ ചെറുക്കനൊന്ന് നോക്കിയമ്മേ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്ത നിത്യ കന്യകൻ. ഈ നിത്യകന്യനുണ്ടായ 2 പിള്ളാരാ ഇവിടുത്തേത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. 10-16 കൊല്ലം മുമ്പ് എന്നെ ഉപേക്ഷിച്ചു പോയാ എന്റെ ആ കെട്ടിയോനാ ഇതെന്നാ. ഇത് എന്തോ കഷ്ടമാന്ന് പറയുന്നത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാണെന്നോ. നീ അങ്ങ് കെട്ടവനെ. ഇപ്പൊ കെട്ടുന്നില്ല. അമ്മാവൻ എന്നാലും എന്നോടൊരു ചതിയാ ചെയ്തത് കേട്ടോ. എന്താ 19 വയസ്സായി. ഒരു വിധത്തിൽ നിയന്ത്രിച്ച് ഞാൻ നടക്കുമായിരുന്നു. തണുപ്പ് കൊള്ളാൻ വേണ്ടി ഊട്ടി കാറും പിടിച്ച് ചെന്നപ്പം അവിടെ കൊടും ചൂട്. അതാ എന്റെ അവസ്ഥ. ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ മോൾ അവനെ അങ്ങ് കെട്ട്. ഇല്ല, കെട്ടത്തില്ല. നീ കെട്ടും. ഞാൻ 1.5 ലക്ഷം രൂപ മേടിക്കുകയും ചെയ്യും. അമ്മാവൻ ഞൊട്ടും. ഡീ പെണ്ണേ, അടിയടി. ആര് പറഞ്ഞടി അമ്മാവനെ അടിക്കാന്? അമ്മയല്ലേ പറഞ്ഞ അടിക്കാൻ? ക്ലൈമാക്സ് അടിക്കാനോടി പറഞ്ഞത്. പുറത്തെ മാവ് വെട്ടിക്കോ. അപ്പ ക്ലൈമാക്സ്. അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഫാമിലിയിലേക്ക് ഒരു ചൊറിയൻ അമ്മാവൻ മോനായിട്ട് വരുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പൊ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നേ. കാരണം ഇവരെ ഫാമിലി ആയിട്ട് മറ്റേ അമ്മയും 2 പിള്ളേരും അല്ലേ കിടന്നു. ആരുടെ എങ്ങനെ ചെയ്യും? പക്ഷെ അമ്മാവനായിട്ട് വന്നപ്പോഴത്തേക്കുമായിരുന്നു അതൊരു സമാധാനം. അങ്ങനെ പറ്റൂ. പ്രേക്ഷകർ പ്രണവല്ലാതെ ഒരു മോനെ ഈ വീട്ടിൽ എവിടെ പോയി? ഞങ്ങളുടെ മോൻ ലാസ്റ്റ് പറഞ്ഞു. ഇനി അവൻ ഗൾഫിൽ പോയോ? സിനിമയുടെ ഒരു ഏത് സിനിമ ചേച്ചി? ഏത് സിനിമ? ഭാവന സ്റ്റുഡിയോയുടെ പ്രൊഡക്ഷനില് അതിന്റെ സിനിമയുടെ വർക്ക്ഷോപ്പിനായിട്ട് പോയേക്കോ. ചേച്ചി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ അവനെ? ഒരുപാട് എന്നല്ലേ പിന്നെ നിങ്ങളുടെ മുഖത്തുണ്ടത്. മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവന്റെ ഗ്യാപ്പ് ചേച്ചി കിടിലായിട്ട് ഫില്ല് ചെയ്ത്. സീരിയസ് ആയിട്ട് ചേച്ചി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ചേച്ചിയുടെ പ്ലേയും കൗണ്ടറും ടൈമിംഗും ഇല്ല. നമുക്ക് അവനെ ആ ഫോണിൽ അപ്പുറത്ത് നിക്കാന്ന് നമുക്ക് തോന്നി. അതെ, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഉറപ്പിച്ച് അവൻ തന്നെ എന്നായാലും ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ബാറ്ററി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അരിന്റെ തലയ്ക്ക് അടി കിട്ടിയതിന്റെ ഗുണം ഉണ്ടെന്നല്ലേ. 1000 രൂപ എക്സ്ട്രാ കൊടുത്തേക്കോട്ടെ. ഹെഡ് മസാജ് ചെയ്തോട്ടെ. 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. ചേച്ചി റെഡി. സൂപ്പർ. Cutie, the hand wash presents Comedy Masters, powered by Amrutaveni Lice Kit, co-powered by Rajakumari Group. വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം അടുത്ത നമ്മുടെ ടീമാണല്ലോ. അത് മാത്രമല്ല, അത് ആളിനെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്. കാര്യം എന്തറിയാമോ, നമ്മുടെ ഇവിടുന്ന് അമ്പിളിക്കുട്ടൻ ജനങ്ങൾക്കിടയിൽ ഹിറ്റായി പോയ ക്യാരക്ടറാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പോയാൽ ഏറ്റവും അവസാനം ഹിറ്റായ ക്യാരക്ടർ ഏതാണ്? പറ. തമ്പിയണ്ണൻ മാത്രമല്ല, തമ്പിയണ്ണൻ അതായത് ശ്യാമണ്ണൻ, ശ്രീരാജ്, രാജേഷ്. ഇവര് 3 പേരാണ് ഇന്ന് പെർഫോം ചെയ്യാൻ എത്തുന്നത്. ചേച്ചി ബാറ്ററി ഓൺ ആക്കിക്കോ, കാരണം തൊടുന്ന എല്ലാം പൊന്നാണ്. ബാറ്ററി പൊന്നായി. പൊന്നു പോലെ ചിരിക്കാനുള്ള സ്ഥിതി ഇതാ വരുന്നു. ഹലോ. അതെ നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് തമ്പിയണ്ണ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കുകയാണ്. തമ്പിയണ്ണ സിനിമ എടുക്കാൻ പോകുന്നു. കൊള്ളാം, ഹിറ്റ് ആവുന്ന
തമ്പിയണ്ണം തൊട്ട പൊന്നല്ലേ, ബമ്പർ ഹിറ്റ് ആവും, ബമ്പർ ഹിറ്റ്. ഇനി ഒരു 4 ദിവസത്തെ ഷൂട്ടൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞാ പാക്കപ്പ്. ഇന്നത്തെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല, കാരണം തമ്പിയണ്ണം വരണം. തമ്പിയണ്ണം വന്ന് തേങ്ങ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചാൽ മാത്രമേ ഷൂട്ട് തുടങ്ങാൻ പാടുള്ളൂ. ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ സാറേ, നമ്മൾ ഈ പാട്ട് സീനിലേക്ക് വേണ്ടി ദാരികന്റെ ഫ്ലോട്ട് വല്ലതും ബുക്ക് ചെയ്തായിരുന്ന? ഇല്ലേ, ഒരു വേഷധാരി ഇവിടെ നിൽക്കുന്നു. ഹലോ, എഡിസൺ ഊരിപ്പോയിക. എടുത്തപ്പോ ഊരിപ്പോയെങ്കിൽ നേരെ പിടിച്ചിടണം. അതല്ല, SI എഡിസൺ ഊരിപ്പോയിക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വന്നോ, അതാ എന്റെ മുഖത്ത് തുപ്പാൻ വേണ്ടി വന്നാ? അല്ല, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓപ്പറേഷൻ തൂഫാനാണോ ഇവിടെ അല്ല വരേണ്ടത്, നിങ്ങൾ വീട്ടിൽ പോലും തൂഫണം. ലഹരിക്കെതിരെ സർക്കാർ കണ്ടുപിടിച്ച പുതിയൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. പള്ളിക്കൂടങ്ങൾ, കോളേജുകൾ, ഇതേപോലുള്ള മാർക്കറ്റുകൾ, ലൊക്കേഷനുകളിൽ ഞങ്ങളുടെ അന്വേഷണം വ്യാപകമായിരിക്കുകയാണ്. അനിയ, ഇവിടെ നിന്നെങ്ങാനും എനിക്ക് ഒരു തുള്ളി ലഹരി കിട്ടിയ എന്റെ അമ്മച്ചാണ് സത്യം, നിന്നെ ഞാൻ പൂട്ടും. സാറേ, നമ്മുടെ ഈ ലൊക്കേഷൻ ലഹരി എന്ന് വെച്ചാൽ സിനിമയാണ്. സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉത്സവ ലഹരിയാണ്. അത് വിജയിച്ചു കഴിഞ്ഞാല വിജയ ലഹരി. ഇപ്പൊ ശരിയാക്കി തരാതല്ലേ? ഹലോ സാറേ, ഒന്നും പറയണ്ട സാറേ, ഇവിടെ മൊത്തം ലഹരി. വിജയിച്ച ലഹരി, തോറ്റ ലഹരി. എന്താണ് നിന്റെ പേര്? ലാൽഹരി. ഇവിടെ ഒരുത്തന്റെ പേരിൽ വരെ ഉണ്ട് സാറേ ലഹരി. സത്യം. സാറേ എന്തിനു പറയുന്ന? ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, ലാൽഹരി. എന്റെ അച്ഛന്റെ പേര് ലാൽ, എന്റെ പേര് ഹരി, അങ്ങനെ ലാൽഹരി. അങ്ങനെയാണെങ്കിൽ മാറ്റി പിടിക്കാൻ പറ്റൂ. ആരാ, അച്ഛനെ? അല്ല, എന്റെ പേരൊന്ന് മാറ്റി പിടിക്കാൻ പറ്റൂ. എന്നിട്ട് ഇനി മുതൽ നിന്നെ ഞാൻ ഹരിലാലെ എന്ന് വിളിക്കും. ഹരിലാലെ, 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 ലാൽഹരി. പ്രസന്റ് സാർ. ഇനി മുതൽ കേരള പോലീസ് നിന്നെ ലാൽഹരി എന്ന് വിളിക്കും. എടാ, തെക്കേക്കരക്കാര് ചിരിച്ചോടാ. ഇല്ല സാറേ. വടക്കേക്കരക്കാരോ? ഇല്ല സാറേ. വെറുതെ ഒരു പേരിന് വേണ്ടി 30 സെക്കൻഡ് ഞാൻ വേസ്റ്റ് ആക്കി. ബാക്കിയുള്ള 6 മിനിറ്റ് വലിയ സംഭവം നടക്കുന്നത്. നിങ്ങൾ മൊത്തം എത്ര പേരുണ്ടടാ? സാർ 2 പേര്. മനസ്സിലായില്ല. മൂത്ത ചേട്ടൻ, ഇളയത് ഞാൻ. നിന്റെ കുടുംബത്തിലെ കണക്കല്ലേ ഞാൻ ചോദിച്ചത്? പിന്നെ ഈ സെറ്റിൽ മൊത്തം എത്ര പേരുണ്ടടാ? സാറേ, പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ മൊത്തം 50 പേരുണ്ട്. ആരടാ ഈ പ്രൊഡക്ഷൻ ബോയ്? അത് നോക്കി സാറേ. 60 വയസ്സുള്ള ഒരു മനുഷ്യനെ കയറിയാണ് നീ ബോയ് എന്ന് വിളിക്കുന്നത്. ഇനി മുതൽ അവൻ പ്രൊഡക്ഷൻ ബോയ് അല്ല, പിന്നെ പ്രൊഡക്ഷൻ മാമൻ. അങ്ങനെ വിളിച്ചാൽ മതി. പ്രൊഡക്ഷൻ മാമ. ആരടാ ഈ പിച്ചക്കാരൻ? പിച്ചക്കാരന് ഈ പൈസയൊക്കെ മുടക്കുന്ന ആളെ? സാറേ, അത് പ്രൊഡ്യൂസർ. പിന്നീട് അവൻ പിച്ചക്കാരനായിക്കോളും. ആരടാ അവൻ? അതാണ് സാറേ തമ്പിയണ്ണൻ. നിനക്കവൻ അണ്ണൻ, എനിക്കവൻ തമ്പി. എങ്കിൽ 2 കൂടെ ചേർത്ത് വെച്ച് തമ്പിയണ്ണൻ വിളിച്ചാ പോരെ സാറേ? സൗകര്യമില്ല. വിളിയാണ് നിന്നെ തമ്പിയണ്ണന്. അങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് സ്റ്റാൻഡപ്പ് പഠിക്കുന്ന മനുഷ്യനല്ല തമ്പിയണ്ണൻ. തമ്പിയണ്ണനെ കുറിച്ച് ഞാൻ ബൂസ്റ്റ് ചെയ്താലേ തമ്പിയണ്ണൻ വരത്തുള്ളൂ. എന്നാ കുറച്ച് ബൂസ്റ്റ് കലക്കി വെച്ച് വിളിയാണ് നിന്നെ തമ്പിയണ്ണന്. തൊട്ടതൊക്കെ പൊന്നാക്കുന്നതാണ് തമ്പിയണ്ണൻ. ചുമ്മാ ഒരു പുളു പഠിക്കരുത്. തൊട്ടതെല്ലാം അങ്ങ് പൊന്നാവും. എല്ലാം പൊന്നാക്കൂല, കൈ തവണ ഒന്ന് പൊളിഞ്ഞായിരുന്നു, അങ്ങനെ ഒന്ന് വെള്ളിയായി. തമ്പിയണ്ണ, മക്കളെ സമയം കഴിഞ്ഞ് വേറെ നമ്മള് തമ്പിയണ്ണ, ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളായിരുന്നു. നീ അങ്ങനെ കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാ. നീയൊക്കെ ബൂസ്റ്റ് തമ്പിയണ്ണൻ അടപടെല്ലാം പൊളിഞ്ഞു കൊണ്ടിരിക്കുക. നീ അത് വേണ്ട. മിസ്റ്റർ ജോൺ പീറ്റർ, ഞാൻ ബൂസ്റ്റ് വേണ്ടെന്നാ പറഞ്ഞ, എൻട്രി മ്യൂസിക് വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ലോ ബഡ്ജറ്റ് മ്യൂസിക് ഇടൂ പ്ലീസ്. ജോൺ പീറ്റർ. തമ്പിയണ്ണൻ, തമ്പിയണ്ണൻ. തെക്കുള്ളപ്പ വടക്കു പോ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലൊക്കെ പോ. മിസ്റ്റർ കൂടോത്രം, പേര് പറഞ്ഞില്ല. നല്ല പേര്. തമ്പിയണ്ണൻ. തമ്പിയണ്ണ, തേങ്ങ ഉടക്കി പൂജ തുടങ്ങാം. മോനെ നീ ഇങ്ങോട്ടൊന്നും മാറിയില്ലേ? ഇടത്തോട്ട് മാറിയില്ലേ? ചടങ്ങല്ലോ. ചടങ്ങല്ല മോനെ, നമ്മൾ ഈ പൊസിഷൻ മാറിയെന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മനസ്സിലായി? നീ ഇങ്ങോട്ട് പോ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണം. ഇതിലേതാടാ തേങ്ങ? 2 അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഭഗവാനെ കാത്തിരക്ഷിക്കണേ. പടം ഗംഭീര വിജയാവണേ ദൈവമേ. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങുന്നത്. സാറ് ഓപ്പറേഷൻ തൂഫാന് വേണ്ടി വന്നതാണോ അതോ ലൊക്കേഷൻ തുടയ്ക്കാൻ വേണ്ടി വന്നതാണോ? ഇല്ല, ഓപ്പറേഷൻ തൂഫാന് വേണ്ടി വന്നതാണ്. ഭഗവാനെ കാത്തിരിക്കണം. ശരിയാക്ക തരേ. രണ്ടിനെയും ആ പണിപ്പള്ളി ആക്കിയതാണല്ലേ? അതെ, ചമ്മന്തിക്ക് വേണ്ടി ആക്കിയതാ. തമ്പിയണ്ണൻ. ശരിയാക്കി തരാം. ഓ തമ്പിയണ്ണ, മക്കളെ നന്നായി വാ.
അതാരാ കാക്കിധാരി വന്ന അനുഗ്രഹം വാങ്ങിക്കാൻ പറയും. അണ്ണാ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പറയരുത്, പൊളിയും. അത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷിക്കുമെന്ന പോലീസുകാരനാണ്. തമ്പിയണ്ണ മനസ്സിന് ധൈര്യം കൊടു. തമ്പിയണ്ണ മനസ്സിന് മാത്രം ധൈര്യം കൊടുത്തിട്ട് കാര്യമുണ്ടോടാ? പിന്നെ മൂത്രത്തിന് കൊണ്ട് ധൈര്യം കൊടുക്കട്ടെ. തമ്പിയണ്ണ പോയി സെറ്റ് ചെയ്യണം അങ്ങോട്ട്. പിടിച്ച് സാറേ, സാറേ ഒരു കുഴപ്പം ഒന്നും ഒരു കുഴപ്പമില്ല സാർ. ഇവിടെ ലഹരിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സാറേ. അതുകൊണ്ട് സാർ ഇവിടെ ഇരിക്കുക സാർ. ഒരു സാർ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയോ എന്ന് വിചാരിക്കും. സാർ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയോ? സാറേ ഒരു മിനിറ്റ് സാറേ ഇരിക്കാൻ സമ്മതിക്കില്ല ദൈവമേ. സാറിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ വരുത്തത്തില്ല. സാറ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഫുള്ള് ചെലവ് നമ്മൾ നോക്കും. അനിയാ നീ എന്റെ ചെലവ് നോക്കണ്ട. എന്റെ ചെലവ് നോക്കാൻ കേരള പോലീസ് ഉണ്ട്. അങ്ങനെ ഒരുത്തന്റെയും അവകാശത്തിലോ ചെലവിലോ സ്വാധീനത്തിലോ വീഴുന്നവനല്ല. നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത, അന്വേഷണ ഉദ്യോഗസ്ഥന് വൻ വീഴ്ച. പിന്നെ മറ്റൊരു വാർത്ത, വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥന് കൈത്താങ്ങുമായി തമ്പിയണ്ണൻ. ഫോട്ടോ സാറോട് നിൽക്കുക, ഒന്നും പോയില്ല. ശരി എടുത്തോ. ഇവിടെ മൊത്തത്തിൽ എനിക്കൊന്ന് സെർച്ച് ചെയ്യാനുണ്ട്. സെർച്ച് ഓപ്പറേഷൻ പിന്നെ നമ്മളെ നാളത്തെ ഇവിടെ ലൊക്കേഷൻ. ഫസ്റ്റ് ലൊക്കേഷൻ വൈക്കം ചെമ്പിലാണ്. ചുമ്പിലോ? ചുമ്മാതല്ലെന്ന് രാവിലെ എന്നെ മമ്മൂക്ക വിളിച്ച്. മമ്മൂസ ദുൽഖറേ അല്ല മമ്മൂക്ക. മമ്മൂക്ക വിളിച്ചു, എന്റെ പൊന്നു തമ്പിയണ്ണ എന്റെ നാടിന്റെ പേര് മാറ്റല്ലേന്ന്. അങ്ങനെ പറഞ്ഞ മമ്മൂക്കയുടെ നാടേതാ? ചെമ്പ്. തമ്പിയണ്ണൻ തൊട്ട എന്തോ ആവും? സ്വർണ്ണവും. അതല്ലേ പറഞ്ഞത്. അത് മാത്രമല്ല, വേറെ ആള് വിളിച്ച് തമ്പിയണ്ണ ഒരു 50 വർഷം കൊണ്ട് എന്റെ പേരിനൊപ്പം എന്റെ നാട് കൂടെ ചേർത്ത് ഞാൻ ജീവിച്ചു പോന്നേന്ന്. ചെമ്പിൽ അശോകൻ. തമ്പിയണ്ണൻ തൊട്ട് എന്നെ നാട്ടുകാര് സ്വർണ്ണം അശോക എന്ന് വിളിക്കുമെന്ന്. ശരിയാണ്. എന്തിനാ? പിന്നെ മോനെ ഇവിടെ ഈ ലൊക്കേഷനൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുന്നത് നമ്മളെ സ്വർണ്ണലത എവിടാ? അതിന് അവരെ പേര് വെറുലതയെന്നായിരുന്നല്ലേ? അറിയാലോ, തമ്പിയണ്ണൻ തൊട്ടാൽ. അല്ല തമ്പിയണ്ണ. പിന്നെ മോനെ ഇനി എടുക്കാൻ പോകുന്ന സീൻ ഏതാ? ഇനി എടുക്കാൻ പോണ സീൻ എന്ന് വെച്ചാ ചെറ്റക്കുടലിനുള്ളിരിക്കുന്ന നായിക. ചെറ്റക്കുടലിൽ നായിക, അടിപൊളി സീൻ. അതിന്റെ ആർട്ട് വർക്ക് കാണണം. വെറുതെ അല്ല, പൈസ കൊടുത്ത ബാഹുബലി ടീമാ വന്നിരിക്കുന്നത്. സൂപ്പറാണ്. ഞാനൊന്ന് പോയി കണ്ടിട്ട് താവരുത്. എന്റെ പൊന്നണ്ണ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അണ്ണൻ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ ചെറ്റക്കുടൽ വരെ സ്വർണ്ണക്കുടലാവും. അത് വേണോ? സോറി, തമ്പിയുടെ കഴിവ് തമ്പിയുടെ മനസ്സിലാക്കിയില്ല. ഇന്ന് രാവിലെ ഒരു പോസ്റ്റ്മാനെ തമ്പിയണ്ണൻ തൊട്ടു. എന്നിട്ട് പൊന്മാനായി അവിടെ അറിയാലോ, പോസ്റ്റ്മാനെ തൊട്ട് പൊന്മാനാക്കി വെച്ചേക്കുന്നു. ഈ ലെറ്ററിന് പകരം അയാൾ മീൻ കൊടുക്കേണ്ടി വരുമല്ലോ. അണ്ണാ ഞാൻ കുറച്ചു നേരം നോക്കുന്നു. പുറത്താരാണ് സായിപ്പ് വയ്ക്കുന്നത്? അത് വേറെ ആരുമില്ല, മറ്റേ ലോകകപ്പില്ലേ ഫിഫ പ്രസിഡന്റാ സായിപ്പ്. അതിനെ കൊണ്ടുവന്നിരിക്കുക. ലോകകപ്പ് തുടങ്ങിയല്ലോ. ഈ കപ്പ് ഈ ഒരുപാട് രാജ്യങ്ങളിൽ കൊണ്ടുപോയി അതിന്റെ മാറ്റ് കുറച്ചെന്തോ കുറഞ്ഞുപോയി. തമ്പിയണ്ണൻ ഒന്ന് വരണം, ഒന്ന് തൊടണം. എന്തോ അവരാഗ്രഹമല്ലേ, തമ്പിയണ്ണൻ പോവാന്ന് വിചാരിച്ചു. അണ്ണാ അതൊക്കെ എണ്ണം പൊയ്ക്കോ. ആ കടക്കാരൻ വിളിച്ചായിരുന്നു. ഇന്ന് അയാൾക്ക് കുറച്ച് ഫണ്ട് കൊടുത്തില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് സാധനം തരത്തില്ലെന്നാണ് പറയുന്നത്. പൈസ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഇന്നിവിടെ ചായയോടെ എന്തോ കടി കൊടുക്കുന്ന എന്തോ ബിസ്ക്കറ്റ്. ഒരു ബിസ്ക്കറ്റ് കേട്. ബിസ്ക്കറ്റ് തമ്പിയണ്ണൻ തൊടുന്നു, സ്വർണ്ണ ബിസ്ക്കറ്റ് ആകുന്നു. കൊണ്ട് കൊടുക്കണേ. അത് മാത്രല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 25 ദിവസം ആകുന്നു. ഞാൻ എല്ലാവർക്കും ലഡു കൊടുത്ത് അണ്ണനും ലഡു കഴിക്കാം. സത്യം വേറെ സംഭവം ഉണ്ടേ, 25 ദിവസമായത് ഞാൻ അറിഞ്ഞില്ല. പൈസ പോയത് ഞാൻ അറിയുന്നുണ്ട്. പിള്ളേരും പറയല്ലേ, സത്യമായ അണ്ണാ ലഡു കഴിയണം. അഖിലേ, അർജുനെ, ആ കൊച്ചയിലെ ആരെങ്കിലും ആരെങ്കിലും വിചാരിച്ചോ തമ്പിയണ്ണൻ തൊട്ട പൊന്നാവൻ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലേ? ലഡു വരെ സ്വർണ്ണമായി കേട്ടോ. ലഡു സ്വർണ്ണായതല്ല, പിന്നെ ജനിച്ചപ്പോഴേ ഇതിന്റെ കളർ ഇങ്ങനെയാണ്. ഏതാശുപത്രിയില്? സരള ബേക്കറി. ഇപ്പൊ കഴിക്കരുത് തമ്പിയണ്ണ. ഞാൻ പറയാം. അണ്ണ ഈ ലഡു ഇങ്ങനെ കഴിച്ചിട്ട് കറങ്ങി വന്നിട്ട് പറയണം, തമ്പിയണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ 25ാം ദിവസത്തിലേക്ക്. മറ്റേ തൊട്ടത് മുന്നാക്കി അങ്ങനെ ഡയലോഗ് വേണോ? അതും പറഞ്ഞോണം. ഓക്കെ ഓക്കെ, വീഡിയോ എടുക്കാമേ. എടുത്തോ അണ്ണാ. ആക്ഷൻ. കടിക്കുന്നു, ഒന്നുകൂടെ കടിക്കുന്നു, കറങ്ങി വരുന്നു. വരട്ട്. ഇത് ഓവർ ആക്ടിങ്. ഇത് ഓവർ ആക്ടിങ് ആണ്. പിന്നെ എന്താണ് ഷുഗറിന്റെ ലെവല് കയറിയടാ. കണ്ണ് കാണുന്നില്ലേ ദൈവമേ? അയ്യോ, നീ ബാഗ് ഒന്ന് തുറന്നേ. ബാഗ് തുറടാ. അയ്യോ നില്ല. അയ്യോ ഈ മരുന്ന് വന്നിട്ട് ഇൻസുലിൻ എടുത്തതാടാ. ദൈവമേ, വല്ല കാര്യം ഉണ്ടായിരുന്നു. അയ്യോ ഓ ദൈവമേ. ഓ നില്ല.
ഓപ്പറേഷൻ തൂഫാന് എവിഡൻസ് കിട്ടി. പട്ടാപ്പകല് ലൊക്കേഷനിൽ തമ്പിയേട്ടൻ ലഹരി ഉപയോഗം. സാറേ ലഹരി ഉപയോഗിച്ചല്ല, തമ്പിയുടെ ഷുഗറിന്റെ ലെവൽ കയറിയതാണ്. ഇൻസുലിൻ എടുക്കല്ലേ തമ്പിയണ്ണൻ? ഇൻസുലിനിൽ നിന്നോട് ലഹരി ഇറങ്ങിയ അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ശരിയാക്കി തരാണ് ഞാൻ. തമ്പിയണ്ണൻ മനസ്സിലായില്ലേ? പെരുമ്പാവൂരിലെ ബംഗാളികൾ ലഹരി ഉപയോഗിച്ചപ്പോ ഉണ്ണി മുകുന്ന ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തില്ലേ? അതുപോലെ അണ്ണന്റെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ അണ്ണ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന്? അങ്ങനെ എനിക്ക് കിട്ടിയടാ ഒരു പൊന്തൂവൽ. മിസ്റ്റർ തമ്പി, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? നിങ്ങൾ സിറിഞ്ച് കുത്തി ഞാൻ വീഡിയോ എടുത്തു. പോകാം. എങ്ങോട്ട്? ജയിലിലേക്ക്. അയ്യോ തമ്പിയണ്ണ, ജയിലിൽ പോകുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തെക്കുള്ളപ്പോ വടക്കുവാ? വടക്കുള്ളപ്പോ തെക്ക് പോ. തെക്കും വടക്കുള്ളപ്പോ. ഈ സാധനത്തിന് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോട്ടെ? എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ. തമ്പിയണ്ണ, ഒരു മിനിറ്റ്. അണ്ണ എന്തായാലും ജയിലിൽ പോയിട്ട് തിരിച്ചിറങ്ങും ഒരു 6 മാസം. ഈ ലഡു കഴിച്ചിട്ട് ആ വീഡിയോ ഒന്ന് പറഞ്ഞു തരണ. ഒരു മിനിറ്റ് സാറേ, നിയമം അനുവദിക്കുമെങ്കിൽ എന്റെ കൈയൊന്ന് വിടുവോ? അബ്സല്യൂട്ട് പ്ലീസ് സാറേ. ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ തൊട്ട് സ്വർണ്ണാക്കുന്ന സാറ് നീ കണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇവന്റെ പല്ലടിക്കാൻ ഇന്ന് സ്വർണ്ണാക്കും, നോക്കിയോളാം. തമ്പിയണ്ണ, കുമ്പിയണ്ണൻ. ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ. Correct. പക്ഷെ നല്ല ക്യൂട്ട് പോലീസ് ഓഫീസർ. അതെ 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 അതെ. ഈ പോലീസ് ഓഫീസറിന് ലൈക്ക് അടി. ലൈറ്റ് അടി. എന്നിട്ട് വന്ന് ഇവിടെ പിടി. തൂഫാനില്. ഇല്ല, ഞാൻ ക്ലീൻ ആണ്. പക്ഷേ ഷുഗർ കയറി ഇൻസുലിൻ അടിച്ചതിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ലഹരിക്കെതിരെ പിടിച്ചോട്ട് കൊടുത്തത്. ശരിയാണ്. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം, അതെ, അല്ല, തീർച്ചയായിട്ടും. തെറ്റിദ്ധരിക്കാം, തെറ്റിദ്ധരിപ്പിക്കാം, ഏത് രീതിയിലും. നല്ല ത്രെഡായിരുന്നു കേട്ടോ അത്. ഷുഗർ കയറി അല്ലേ? അതെ അതെ അതെ. ഇത് തൂഫാന്റെ പോലീസ് എടുത്ത് പോകണം. അല്ല, അതായിരുന്നു ടിസ്റ്റ് സ്കിറ്റിന്റെ കറക്റ്റ്. പുള്ളി മൊബൈലും കൊണ്ടൊന്ന് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിന്തിക്കൂലേ? അതെ 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 അതെ. ഓൾ ടുഗദർ നല്ലൊരു സ്കിറ്റ് അല്ലേ? ആദ്യം പറഞ്ഞ് മനസ്സിലായില്ല. മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാറ്ററി ഇനി ചാർജ് എത്രത്തോളം കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, Yes. യെസ്. 15,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്. ക്രെഡിറ്റ് ആയി. സൂപ്പർ. പൊന്നിനിപ്പോ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ചാർജും കുറച്ചൊന്ന് കൂടണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം, അല്ലേ? സ്വർണ്ണം അധികം വാങ്ങരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇവരിവിടെ ഉഴപ്പുന്നതെന്നാണോ പറയാൻ പറ്റുന്നത്? അയ്യേ, അങ്ങനെ പറയരുത്. ഇവരെല്ലാം ഇങ്ങനെ ഇനി 50 അടിക്കട്ടെ എന്നാണ്. അതെ, ആ 50-ന് വേണ്ടി, ആ പൊന്നിൻ തിളക്കം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തമ്പിയണ്ണ, വാക്ക് തരണം. തീർച്ചയായും. അടുത്ത പൊന്നാക്കണം, തീർച്ചയായും. ഇവിടെ കളർഫുൾ ആക്കണം. ഓക്കെ. Cutie the hand wash presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരാളെയും കൂടെ നമ്മൾ കാണുന്നു. പക്ഷെ ഈ ആള് വളരെയധികം ഫേമസ് ആണ്. കാരണം നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് പറഞ്ഞ ഈ ഷോയിൽ തന്നെ വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ശ്രീരാജ് പാരക്കൽ, വെൽക്കം ബാക്ക് ടു കോമഡി. താങ്ക് യു എല്ലാവർക്കും. ഈ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ടാറ്റ കൊടുത്തു. സ്വന്തം ഭാര്യയ്ക്കും കൂടെയാണ് ടാറ്റ കൊടുത്തത്. കാരണം ഗോപികയുടെ ഹസ്ബൻഡ് ആണ് ശ്രീരാജ്. അത് മാത്രമല്ല, ശ്രീരാജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു പെർഫോമൻസ് നടത്തിയപ്പം ഈ മാത്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, ഒരു റുബിക്സ് ക്യൂബിന്റെ ഒരു സംഭവമായിരുന്നു ചെയ്തത്. ഓക്കെ, റുബിക്സ് ക്യൂബിന്റെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ന് എന്താണാവോ? ആക്ച്വലി എലീന, എനിക്കിന്ന് ഇവരുമായിട്ടൊന്ന് ഏറ്റുമുട്ടണം. കായികമായിട്ടല്ല, ഗെയിം. അപ്പോ എന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ടിക് ടാക്ടോ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. നല്ല പേര്. ടാക്ടോ. അതിന് 2 ദിവസം വേണ്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പേര് അല്ലെ? അപ്പൊ ഈ ടിക് ടാക്ടോ എന്ന് പറഞ്ഞാൽ ഓയും എക്സും ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഓ സെലക്ട് ചെയ്യും, എക്സ് ഇവർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു റോയിലോ ഒരു കോളത്തിലോ ഡയഗണലായിട്ടോ ഓയാണ് വരുന്നതെങ്കിൽ ഞാൻ ജയിക്കും, എക്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജയിക്കും. ഇതാണ് ഗെയിം. ഞാൻ ഒറ്റയ്ക്കാണ്. എലീന എന്റെ കൂടെ കൂടുന്നോ? ഞാൻ ഉണ്ട്. അവൾ ആര് വിളിച്ചാലും വരും. നമ്മളൊരു ടീമായിട്ട്. ഇല്ലില്ല, നമ്മളൊരു ടീം. നമ്മൾ വേറെ ടീം. അപ്പൊ നമ്മളൊരു ടീം. ചേട്ടനും ബോർഡും. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? റെഡിയാണ്. ശരി, യെസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ വെക്കും. കുറച്ച് നിങ്ങൾ ഇങ്ങോട്ട് നിന്നാൽ നിങ്ങൾക്ക് ഗെയിം കുറച്ച് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഓ വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാം, എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ശരി 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 ശരി. ഇല്ല, തൽക്കാലം ആദ്യം പറഞ്ഞത് വെച്ചതാ. അല്ല, ആദ്യം പറഞ്ഞത് വെച്ചത്. അല്ലല്ല, അവിടെ പറഞ്ഞു. അല്ലല്ല, എലീന എങ്ങനെയാണ് ഞാൻ കളിക്കുന്നില്ല, എലീന പറഞ്ഞു പോയി. 6 മണിക്ക് ശേഷം കുട്ടിക്ക് അന്തിക്കുരുടാണ്, കുട്ടി കണ്ടുകൂടാ.
വെച്ചത് വെച്ചുപോയി. അപ്പൊ വെച്ചത് ഇപ്പൊ നമുക്ക് എന്തായാലും മാറ്റാൻ ചെയ്യാൻ ഇല്ല, മാറ്റില്ല, അപ്പൊ നമ്മളെ മാറ്റില്ല. team അതാ ഞാൻ പറഞ്ഞത്, ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ വെച്ചതാണ്. അപ്പൊ മനസ്സിലായോ? ഒരു മിനിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാണേ. ഇതെടുക്കല്ലേ? അടുത്ത ഞാനാ വെക്കുന്നത്. അടുത്ത ഓയാണ് അടുത്ത ഓയ വെക്കുന്നത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു second. അതായത് ഓ എല്ലാം പുള്ളിക്കാരൻ അപ്പൊ ശരി. എക്സ് മാത്രമേ നമ്മൾ എക്സ് മാത്രമേ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. ആവുമ്പോ എന്റെ ഇഷ്ടത്തിന് ഞാൻ വെക്കുകയാണ്. എക്സ് ഞങ്ങളുടെ ഇഷ്ടമാണ്. എക്സ് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞുതരാം. ഒരു റോയ് വന്നൂടാ. ചെറിയ ബുദ്ധി പ്രയോഗിച്ചാൽ മതി. ചെറിയ ബുദ്ധി പ്രയോഗിച്ചാൽ മതി. നമ്മൾ വെക്കല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അല്ലല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല, ഞാൻ പറഞ്ഞുതരാം. എക്സ് അടുത്തടുത്ത് വന്നൂടാ. അവിടെ വെക്കില്ലേ? ശരി എന്നാ വെച്ചു. അല്ലെങ്കിൽ ഇവിടെ ഒരു എല്ലുകൂടി ഓയിൽ എക്സ് ആക്കും. അല്ല പിന്നെ ദേഷ്യം വരൂലേ? അപ്പൊ ഇനി എന്റെ ഗെയിമാണ്. റെഡി ആണല്ലോ? ശരി. അപ്പോ അഖിലേട്ടാ ഞാൻ ഇവിടെ വെക്കാം അല്ലേ? പള്ളി പറഞ്ഞാൽ മതി. അവിടെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കൂലേ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. മനസ്സിലായി. ഇനി വീണ്ടും ഞങ്ങൾ ഇവിടെ വെക്കാം. ചേച്ചി എന്നെ ജയിക്കാൻ വിടൂലല്ലേ? ശരി, ഓക്കെ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് എന്റെ ഗെയിം ഞാൻ വെക്കാണ്. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നതല്ലേ? അതാ ഞാൻ പറഞ്ഞേ. പറഞ്ഞാ മതി. ഞാൻ ഇവിടെങ്കിലും ഒന്ന് ജയിക്കട്ടെ ലീന. കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്കല്ലേ എക്സ്? അല്ലല്ല അവിടെ ഉള്ളൂ. ഇവിടെ അല്ലാതെ താഴെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി അടുത്ത് ആ എല്ലാം മനസ്സിലായി. നോക്കിയതാ. സമ്മതിക്കത്തില്ല. പുള്ളി ജയിക്കൂലേ? ഇനി വന്നേ ഉള്ളൂ. പിന്നെ വേറെ അപ്പൊ എന്തായാലും ഇത് വിൻ വിൻ സിറ്റുവേഷനിലോട്ട് ഈ സംഭവം പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കൊരു കാര്യം എല്ലാവർക്കും പറയാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ജയിച്ചില്ലല്ലോ, നല്ല സമാധാനമല്ലേ? എന്റെ ലീന ഞാൻ ഇവിടെങ്കിലും ഒന്ന് ജയിച്ചോട്ടെന്ന് വിചാരിച്ചു, അതും പോയി. ഞാനൊന്ന് ജയിച്ചോട്ടെ വിചാരിച്ചിരുന്ന തീർന്നില്ലേ? ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? ഈ ഗെയിമിന് 2.5 ലക്ഷത്തിലധികം പോസിബിലിറ്റീസിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഒരു കാര്യം പറയണം. കോമഡി മാസ്റ്റർ ഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നവരും നിങ്ങളെപ്പോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനിരിക്കുന്ന ജഡ്ജസും ഇത്രയും പിന്നെ അനേകം വരുന്ന ജനങ്ങളുടെയും പല രീതിയിലുള്ള മനസ്സുകൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം 2.5 ലക്ഷത്തിലധികം പോസിബിലിറ്റീസ് ഉണ്ടായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ മനസ്സോടുകൂടി ഇത് ഇങ്ങനെ തീർക്കാനായിട്ട് പറഞ്ഞത്. ഞാൻ ഇന്ന് വന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. ആ ഫോട്ടോയെ ഞാൻ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എന്നിട്ട് അതിന്റെ ഈ ബ്ലോക്കിന്റെ ബാക്കിലായിട്ട് അതിന്റെ ഓരോ പീസസ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കളിക്കാമായിരുന്നു. നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് ഞാൻ വെച്ചത്, എന്റെ രീതിയിലൊന്നുമല്ല ഞാൻ വെച്ചത്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ജഡ്ജസും അനേക കിടക്കിന് ആളുകളും കഴിഞ്ഞാൽ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ലോഗോയാണ് ഇവിടെ ശരിക്കും ഒരു എക്സ് അങ്ങോട്ടോ മോളോടോ സിക്ക മോളിപ്പോയനെ തീർന്നെ. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ആക്ച്വലി ഒരു മെന്റലിസം പോലെ വേറെ എന്തോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, ഇവിടെ ശ്രീരാജ് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇത് അവിടെ ഇതും ഒരു കൈൻഡ് ഓഫ് മെന്റലിസം തന്നെയാണ്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തോ? വേറെ കാര്യമുണ്ട്, കോമഡി മാസ്റ്റേഴ്സ് ആണ്. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറൂല, എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മളെ പോലെയാണ്, എന്ത് ചളി അടിച്ചാലും ക്ലൈമാക്സ് കൊണ്ടുവന്ന് പഞ്ചായിരിക്കും. ക്ലൈമാക്സിൽ പഞ്ചാണല്ലോ അല്ലേ? ടീച്ചർ എനിക്കത് കേട്ടോ മതി. ഗംഭീര പഞ്ചായിരുന്നു. എന്തായാലും ഇന്നത്തെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ദ മെയിൻ ഹു എൽസ് നമ്മളുടെ ഗസ്റ്റ് ശ്രീരാജ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ശ്രീരാജ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ശ്രീരാജ് നമ്മൾ വീണ്ടും കാണും, കണ്ടിരിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചേച്ചി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ദിവസം വീണ്ടും നമ്മൾ കാണുമെന്ന പ്രതീക്ഷയോടെ